കാണുന്നതാണ് ഗൈസ് മാൻഗ്രോവ് വൈബ്. പയ്യന്നൂർ ബോട്ട് കാണുന്നുണ്ടോ ഗൈസ്? അപ്പോ ഗൈസ് ഇപ്രാവശ്യം നാട്ടിൽ പോയാല് അമ്മായിനെയും അമ്മോഷനെയും കൂട്ടിയിട്ട് ഒരു കറക്കം കറങ്ങണമെന്ന് നമ്മളെ വൈഫ് പ്രത്യേകം പറഞ്ഞു തന്നു. അത് കേട്ട പാടുന്ന തന്നെ ഞാൻ ആലോചിച്ചു, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെ ആയിരിക്കണം. അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ മാംഗ്രൂവ് വൈബ് സെലക്ട് ചെയ്തത്. ഉടുമ്പൻതലയിലുള്ള പയ്യന്നൂര് എജ്ജാതി വൈബാന്ന് കുറെ ആൾ പറയുന്നത് കിട്ടി. ഏതായാലും നമ്മളും പോയാൽ കിട്ടും. നമ്മൾ കയാക്കിങ് നോക്കിയിട്ടില്ല, നമ്മൾ ഫാമിലിക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു ബോട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി. ദീദിമാന്റെ സന്തോഷം കണ്ടാ, ദീദിമാന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മായി, പിന്നെ നമ്മളെ അമ്മോഷന്റെ സന്തോഷം. അവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ രമണീയത ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ബോട്ട് യാത്ര തുടങ്ങി. പച്ച പരവതാനി വിരിച്ച തെങ്ങും തോപ്പുള്ള നല്ല നല്ല പറമ്പുകൾ. ആ തെങ്ങും തോപ്പൊക്കെ കണ്ട് ദീദിമ പറയുന്നുണ്ടായിരുന്നു, എത്രങ്ങാനും തേങ്ങ ഉണ്ടാവും വീണ് കിടക്കുന്നത്, നമുക്കെങ്ങാനും കരക്ക് പോയെങ്കിൽ പൊറക്കാൻ പറ്റുമല്ലോ. കുറെ ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുവാണ്, 2500 രൂപയുടെ പാക്കേജാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരു ഫാമിലി ബോട്ട് റൈഡ് ഉണ്ട്, കൂടെ ഒരു ബീച്ചിലെ കാഴ്ചകളുണ്ട്, പിന്നെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് നമുക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം. അതാണ് നമ്മളെ മെയിൻ അട്രാക്ഷൻ. നമ്മുടെ തൻവീർ ബ്രോ പതുക്കെ ബോട്ട് കരക്കടുപ്പിച്ചു. ഇതാണ് മക്കളെ നമ്മൾ പറഞ്ഞ ആ 500 മീറ്റർ വീതിയുള്ള വലിയ പറമ്പ് ബീച്ച്. ഒരു സൈഡ് പുഴ, ഒരു സൈഡ് കടല്. വല്ലാത്തൊരു വൈബ് തന്നെ. എജ്ജാതി വ്യൂ എന്നറിയോ. കേരളത്തിലെ ഏറ്റവും വലിയ തീരദേശ പഞ്ചായത്തിലെ ഒരു വിജനം വെച്ച ബീച്ച്, ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ബീച്ച്. എന്താ ഒരു മൊഞ്ച് കാണാൻ. നമ്മൾ അതും കണ്ട് അടിച്ചു പൊളിച്ചിരുന്ന് ഞാനും ഫാമിലിയും കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുത്ത്. നിങ്ങൾ പയ്യന്നൂർ ഭാഗത്ത് വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാം. പയ്യന്നൂർ പടച്ചോന്റെ ഒരു കുതിരത്ത് തന്നെയാണ് ഈ ബീച്ച്. എന്താ ഒരു വൈബ് എന്നറിയോ. അങ്ങനെ ബീച്ചും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബോട്ടിന്റെ സൈഡിൽ പോയേക്കും. നല്ല മഴ. നമ്മൾ നാട്ടിലേക്ക് വന്നത് മഴ കാണാൻ, ഇനി മാംഗ്രോവ്സിലേക്ക് പോകണം. പക്ഷെ ഈ മഴ കാരണം എങ്ങനെ പോകും എന്ന് ആലോചിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് തൻവീർ ഭായി പറഞ്ഞു, മഴയിൽ മാംഗ്രോവ് കാഴ്ച അടിപൊളി വൈബാന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ടേക്ക് വിട്ടു. ഇതാ കാണുന്നുണ്ട, അതന്നെ കണ്ടൽക്കാട്. എല്ലാവരും നല്ല ടയർഡാണ്. നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇത് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചാൽ ഇത് വിജയിച്ചെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കട്ട സപ്പോർട്ടുണ്ട്. ഒന്നും ആലോചിച്ചില്ല, നേരെ വിട്ട്. വെള്ളപ്പൊക്കവും സുനാമി വന്നാലും നമ്മളെ നാട് രക്ഷിക്കണമെങ്കിൽ കണ്ടൽക്കാട് നിർബന്ധ മക്കളെ. അവിടെ എത്തിയാലും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റി. വല്ലാത്തൊരു വൈബേനും കേട്ടാ. നമ്മൾ ഇതെങ്ങാനും മിസ് ചെയ്തെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ വന്നതെല്ലാം വേസ്റ്റ് ആവുന്നു. അതുകൊണ്ടായിരിക്കും ഇത് അവസാനം വെച്ചിട്ട് ഇവര്. മഴയൊന്നും നമ്മൾ വകവെച്ചില്ല. ആടെ ഇറങ്ങി ഞാനും കുട്ടികളും പൊണ്ടാട്ടിയും അമ്മായിയും അമ്മോഷനും എല്ലാം തേരാപ്പാര നടക്കലായി. പിന്നെ മുട്ടിന് താഴെ വെള്ളമുള്ളൂ, അതുകൊണ്ട് കുട്ടിയേക്കും ഇറങ്ങി നടക്കാം, ഒരു കുഴപ്പമില്ല. ഇതൊരു പുഴയുടെ നടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വല്ലാത്തൊരു വൈബേനു, ഒരു അടാറ് വൈബ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. എല്ലാവരെയും ഹാജരെടുത്തു, എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മൾ 2 ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം ഇത്, കണ്ണൂരും കാസർഗോഡ്. മഴയത്ത് മാംഗ്രോവ് കാണാൻ പോയൊരു ഫാമിലി കേരള സർക്കാരിന്റെ ധൈര്യത്തിനുള്ള അവാർഡ് ഇവർക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. വല്ലാത്ത ജാബ് നോക്കിയാൽ മഴ കാണുന്നുണ്ടോ?